ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് വീഡിയോ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഫെമ്മിൻ്റെ ബ്ലീച്ച് നമ്മുടെ മുഖത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് എന്തിനാണ് നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇതിന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിന് 42 രൂപയാണ് എനിക്കിവിടെ വില വന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ പാക്കറ്റ് തുറക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒരു ക്രീമും അതിനകത്ത് ഒരു ബോട്ടിലിൽ ആക്റ്റീവ് പൗഡറും കിട്ടുന്നതായിരിക്കും. പിന്നെ അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്റ്റിക്കും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ക്രീമിനകത്ത് ഈ ആക്റ്റീവ് പൗഡർ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കേണ്ടതില്ല. അതൊരു 3 പിഞ്ച് അളവിലാണ് നമുക്കിത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ക്രീമിനകത്തോട്ട് ഈ ആക്റ്റീവ് പൗഡർ ഒരു 3 പിഞ്ച് അളവിൽ എടുത്തിട്ട് നല്ലതുപോലെ യോജിപ്പിക്കുന്ന സമയത്ത് ഒരു തരി പോലും ഇതിനകത്ത് കാണരുത്. നല്ലതുപോലെ ഞാൻ ഈ ബോട്ടിലിൽ തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ മുഖത്ത് ഇത് തേക്കുന്ന സമയത്ത് നമുക്ക് അതിന് മുന്നായിട്ട് മുഖം നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു ടവൽ കൊണ്ട് തുടച്ചെടുക്കാവുന്നതാണ്. മുടിയൊക്കെ ഇതുപോലെ ചുറ്റിക്കെട്ടി വെച്ചിട്ട് മുഖത്ത് മുടി ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ പറ്റാൻ പാടുള്ളതല്ല. പിന്നെ ഇത് തേക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. മസാജ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളതല്ല. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് മാത്രം കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ചുണ്ടിലും അപ്ലൈ ചെയ്യാതിരിക്കുക. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ പുകച്ചിലോ കാര്യങ്ങളോ എന്തെങ്കിലും അനുഭവപ്പെടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ ഇത് വാഷ് ചെയ്ത് കളയണം. മുഖത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളതല്ല. പിന്നെ ഇത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ വരുന്ന സമയത്ത് അന്നത്തെ ദിവസം നമ്മൾ ചെയ്യാതിരിക്കുക. തലേ ദിവസം ഇതുപോലെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കഴുകി കളയാവുന്നതാണ്. ഇത് തേച്ചിട്ട് നല്ലതുപോലെ വെളുക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യണ്ട. മുഖത്ത് ജസ്റ്റ് ഒരു മുഖം ഒന്ന് ബ്രൈറ്റനിങ് ആവാനും ഒരു ഗ്ലോ കിട്ടാനുമാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫംഗ്ഷന് പോകുന്ന ദിവസം ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് തേച്ചിട്ട് പ്രത്യേകിച്ച് വേറെ ക്രീമോ കാര്യങ്ങളോ ഒന്നും ഒരു 6 മണിക്കൂർ സമയത്തേക്ക് നമ്മുടെ മുഖത്ത് വേറെ ക്രീമുകളൊന്നും അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഒരു ദിവസമെങ്കിലും, അതായത് 6 മണിക്കൂർ സമയത്തേക്കെങ്കിലും നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം വെയിൽ കൊള്ളാൻ ഒട്ടും തന്നെ പാടുള്ളതല്ല. വെയിൽ കൊള്ളരുത്. ഇത് തേച്ചിട്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നായിട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് കിടക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മളുടെ മുഖത്ത് വെയിൽ കൊള്ളാതിരിക്കും. അപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ. ടാറ്റാ.